എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അതാണ്. അപ്പൊ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം. ഇതാ ഞാൻ മമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം അടുത്ത നല്ലൊരു അടിപൊളി കിടിലൻ ചലഞ്ചുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുകയാണ്. മമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഇയർ പുള്ളിങ് ചലഞ്ച്. യെസ്, വിഷയം സാരാണ്. അതായത് വേദനിക്കുന്നുണ്ടോ മമ്മൂട്ടി? ഈ നിനക്ക് സ്കൂൾ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെവിയിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ഓ, ഇഷ്ടം എന്നെ നുള്ളി കാണിച്ചു കൊടുക്കും. ഓ, കാണിക്കാം. എവിടെയപ്പാ? ഇവിടെ അത് സ്റ്റഡ് ഇട്ടതുകൊണ്ടേ, സ്റ്റഡ് ഇട്ടോണ്ട് അത് പോയി. ഇതിങ്ങനെ പിടിക്കുക. ഇത് കണ്ടോ? കാണുന്നുണ്ടോ? ഇതാണ് ഗെയ്സ് കിട്ടിയത്. ഇതൊക്കെ അതിന്റെ ഒരു അടയാളമാണ് കേട്ടോ, ഒരു ഓർമ്മപ്പെടുത്തൽ. പക്ഷേ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോയ്ക്ക് നമ്മുടെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചലഞ്ച് മാത്രമല്ല, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം കൂടിയാണ്. മത്സരം മാത്രമല്ല, അതിലുപരി തെറ്റിയാൽ പണിഷ്മെന്റും കൂടിയാണ്. അതായത് നിനക്ക് എന്റെ കാര്യങ്ങൾ നിനക്കും ഓർമ്മയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അതെന്താ നീ പറയാൻ വേണ്ടി ഇനിയിപ്പോ അതുപോലെ മറന്നിട്ടുണ്ടെങ്കിൽ തീർത്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തതുപോലെ ഇയർ പുള്ളിങ് ചലഞ്ച് വീഡിയോ ആണ്. എത്രത്തോളം ഇവൻ മനസ്സിലാക്കി നിന്ന് ഞാൻ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഇവളും എത്രത്തോളം എന്നെ മനസ്സിലാക്കി. അത് മാത്രമല്ല, നമ്മളുടെ ലൈഫിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലുപരി നിങ്ങൾ പറഞ്ഞ ചലഞ്ച് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ അമ്മൂട്ടി, എങ്ങനെയാ തുടങ്ങിയാലോ? ഇപ്പൊ ഞങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു സംഭവം അത് ഞാൻ എഴുതും, അതുപോലെ അതിന്റെ ആൻസർ ഞാൻ എഴുതും. അതേ ആൻസർ ഇവള് ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്നാണ് ചലഞ്ച്. അല്ല, അങ്ങനല്ല, എന്റെ മനസ്സിലുള്ള ഒരു ആൻസർ, അതായത് നടന്ന സംഭവമാണ്. മനസ്സിൽ ഒരുപാട് ആൻസർ ഉണ്ട്. അല്ല, അതായത് എന്റെ മനസ്സിലുള്ള ആൻസർ ഞാൻ എവിടെ എഴുതും. ആ ആൻസർ തന്നെയാണോ അല്ലെങ്കിൽ അങ്ങനെയല്ല. അപ്പൊ ടിൻചനും ഞാനും കൂടെ ആൻസർ എഴുതും. ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതും. ഞാൻ എഴുതിയ ആൻസർ ടിൻചൻ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതാണ്. നീ എന്തീ പറയുന്നത്? അങ്ങനെയല്ല, ഇവിടെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആയില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ? ഇവർക്കും കൺഫ്യൂഷൻ ആയി, എനിക്കും കൺഫ്യൂഷൻ ആയി. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ. അതായത് നമ്മുടെ ലൈഫിൽ നടന്ന ഒരു സംഭവം, അതിന്റെ ഒരു സംഭവത്തിന്റെ ആ ഒരു കാര്യം ഞാൻ അതിന്റെ ആൻസർ എഴുതും. അതേ സാധനം ഈ ക്വസ്റ്റ്യൻ ഇവളോട് ചോദിക്കും. അപ്പൊ ഇവൾ അത് എഴുതണം. അപ്പം പറയണ്ട, എഴുതിയാൽ മതി. എഴുതിയിട്ട് രണ്ടാമത് പറയണം. അപ്പൊ പറയുമ്പോഴത്തേന് ഞാൻ എഴുതിയത് തന്നെ ആണെങ്കിൽ നോ ഇഷ്യൂ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർക്കും. പിന്നെ എനിക്ക് നല്ല ഓർമ്മശക്തി ആയതുകൊണ്ട് നോ ഇഷ്യൂ. പിന്നെ അതിലുപരി ഈ ഒരു വീഡിയോയിൽ ഇത് ഞങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇത് മറന്നിട്ടുണ്ടെങ്കിൽ മോളെ തീർന്ന് കഥം ഹുദാ വഹ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ടോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇതുവരെ നടന്ന എനിക്ക് പക്ക ഓർമ്മയാണ്. അപ്പൊ നമുക്ക് കാണാം. ഇവരാണല്ലോ നമുക്ക് ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മറന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഓർക്കാലോ. എങ്ങനെ ഏത്? ഓക്കെ, അപ്പൊ റെഡി, നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് എഴുതാൻ തുടങ്ങിയാൽ മതി. യെസ്, റെഡി, 1 2 3 സ്റ്റാർട്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. യെസ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണേ. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയില് ആൻസർ ആരാണ് തെറ്റിക്കുന്നത് അവർക്ക് നല്ല രീതിയിൽ നുള്ളു കൊടുക്കും. അപ്പൊ ആദ്യം ആരാ മുടി പറയുന്നത്? ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാം. കാരണം ഫസ്റ്റ് ഇവൾക്ക് തന്നെ കൊടുത്തേക്കാം. അത് ഞാൻ ചോദിക്കാം. നിനക്ക് തന്നെ തരണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രണയിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് മേടിച്ചു തന്ന ഡ്രസ്സിന്റെ കളർ ഞാൻ എഴുതി തരാം. എനിക്കറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ്. ആ കളർ വെച്ചിട്ട് ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുമുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ നിന്റെ ആ ഫോട്ടോ നല്ല ഫേവറേറ്റ് ഫോട്ടോസ് ആണ്. നിന്റെ പപ്പയുടെയും അതുപോലെ പപ്പയൊക്കെ DP ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര കിടിലൊരു ഡ്രസ്സായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇത്രയും ക്ലൂ ഒക്കെ പറയാം. പക്ഷെ നിനക്ക് അത്ര അറിയുമെങ്കിൽ നീ എഴുതിക്കോളൂ. ഓർമ്മകൾ നീരോടും ഏതല്ല തീരത്തും എഴുതമുട്ടി ഓടിക്കളിച്ചില്ലേ നമ്മൾ. എഴുതിയോ? ഉണ്ടോ എന്റെ ഡ്രസ്? പിന്നെ അത്ര ഇല്ല, അത്ര
അത്രയ്ക്കുള്ള ക്ലൂ ഒന്നുമില്ല. ക്ലൂ ഒക്കെ അത്യാവശ്യത്തിനൊക്കെ ഞാൻ ക്ലൂ തന്നിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യത്തിനുള്ള ക്ലൂ ഒക്കെ തന്നിട്ടുണ്ട്. മമ്മൂട്ടിക്ക് ഇയർ ബുള്ളിങ് കിട്ടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു, അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് റെഡി റെഡി റെഡി. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. കഴിഞ്ഞോ? ഓക്കെ, എഴുതിയോ? ആൻസർ പറഞ്ഞു. ചോപ്പ് ഡ്രസ്. അറിയാല്ലേ? അപ്പൊ ഇത്രയും കൈയുള്ള ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അതന്നെയല്ലേ? അത് തന്നെ. അതല്ല കൈ, നിങ്ങൾ നോക്ക് കേട്ടോ, ഇതാണ് സാധനം. അതേത് സാധനം? അത് ഇങ്ങോട്ട് വാ. ആൻസർ പറഞ്ഞത് കറക്റ്റാ. അതാണോ ഞാൻ മേടിച്ചത്? അതാണോ ഞാൻ മേടിച്ചത്? ഒരു റോസ് ഡ്രസ് ഓർമ്മയുണ്ടാ? ഒരു റോസ്. ഇത് ചുമന്ന് കേട്ടോ ഇയർ ബുള്ളിങ് കിട്ടിയപ്പോഴത്തേന് തീർന്നു തീർന്നു, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ തന്ന ഡ്രസ്സൊന്നും ഓർമ്മയില്ല അല്ലേ? ഗിഫ്റ്റുകളൊക്കെ മേടിക്കുമ്പോ മാത്രമേ ഇവർക്കൊക്കെ ചിന്തകളുള്ളൂ. അത് കഴിയുമ്പത്തേനൊക്കെ തീർന്നു. കഴിയുമ്പോ തീരണില്ല. അടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാലോ. നിങ്ങൾ ഇങ്ങനത്തെ ചലഞ്ച് ചെയ്യുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒരു സാധനം ആഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെൽ ഡൺ മൈ ഗൈസ്. എന്നാ പിന്നെ നല്ല പണി തന്നെ. നമ്മുടെ ലവിങ് ആനിവേഴ്സറി ഡേറ്റ്. വെഡിങ് ആനിവേഴ്സറി ആണോ? അല്ല, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ ദിവസമല്ല, ഡേറ്റ്. അവിടെ പോയി പറയണ്ട, കുമ്പസാരിക്കണ്ട, ഇവിടെ വന്നിരുന്നു പറ. ഞാൻ എഴുതാൻ വേണ്ടി പോണേ. ഓക്കെ, ഇതായിരിക്കണം. എന്താ പറ? ഞാനാ പറയണേ. ജൂലൈ 27. അതാരുടെ ഡേറ്റ്? ആരുടെ ഡേറ്റ്? അല്ല, ജൂൺ 22 അല്ലേ? ജൂലൈയും ജൂണും എനിക്ക് അങ്ങോട്ട് മാറി. ഇവൻ അറിയത്തില്ല. ഇവന് അടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ജൂൺ 22 അല്ലേ? ഓക്കെ, സോറി, ഞാനത് മാറ്റി വെക്കാം. തീർക്കാളിയത്തിന്റെ അപ്പൊ രണ്ടെണ്ണം നമുക്ക് രണ്ടുപേർക്ക് അറിയത്തില്ല കേട്ടോ. നമ്മള് വഴക്കിട്ട് പിണങ്ങി ഇരുന്നിട്ടുള്ളത് പ്രണയിക്കുമ്പോഴാണേ. ടോട്ടൽ എത്ര ദിവസം പിണങ്ങി ഇരുന്നിട്ടുള്ളത്? ടോട്ടൽ എത്ര ദിവസം ഓർ എത്ര മാസം? ഞാൻ എഴുതാം. എനിക്ക് ഒരു എത്ര മുന്നേ എത്ര മാസമാണോ എത്ര ദിവസമാണോ അത് നിന്റെ ഇഷ്ടം. എഴുതട്ടെ? ഓക്കെ, ഞാൻ മാസമാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പിന്നെ അത് പറയാം. പിണങ്ങി ഇരുന്നിട്ടുള്ളത് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ എത്ര ക്രൂരയാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻസർ പറഞ്ഞു. 1 month. കറക്റ്റ് കേട്ടോ, അതറിയാം. അതൊക്കെ മനസ്സിലായില്ലേ? ഒരു മാസം ഞങ്ങൾ പിണങ്ങി ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എനിക്കത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചില്ലാക്കുകയായിരുന്നു. ഇവൻ ഇവിടെ ആയതുകൊണ്ട് ചില്ലാക്കുന്നു. അടുത്ത ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ്. വെഡിങ് എന്നാ പറ, പിടിക്കണ? ജൂൺ 12. ജൂൺ 12. ജൂലൈ 12. ജൂലൈ 27. അയ്യോ, പറ കറക്റ്റ്. ജൂലൈ 22 അല്ലേ? 21. ജൂണ് 3. ജൂണ് 11. 10. 7 നിന്നെ ഞാൻ ഉള്ളി പറക്കണ്ടി. പറഞ്ഞോ, കറക്റ്റ് ആൻസർ പറഞ്ഞോ. ജൂൺ 21. ഇവന് 21 ആണ് വിട്ടില്ലേ? ജൂലൈ 21. ജൂലൈ 21. ജൂലൈ 30. എന്റെ കിളി പറഞ്ഞു. പിന്നെ എനിക്ക് ഐഡിയ ഒന്നും കിട്ടത്തില്ല. ജൂലൈ 12. അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോ? ഞാൻ എത്ര അതിനാണോ നീ പിടിച്ചോണ്ടിരുന്നത്? ഞാൻ കേട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് അതിന്റെ ഇടയ്ക്ക് അടി വരുമ്പത്തേ നമ്മള് പാനിക് ആയി പോകും. അടിയല്ല, നുള്ളു വരുമ്പോ മരച്ചു കേട്ടോ. തീർക്കാം, ഇതിന് തീർക്കാം കേട്ടോ. ഓക്കെ,
ആദ്യമായി ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റ്. ആദ്യമായിട്ട് ഗിഫ്റ്റോ? ആദ്യമായി ഞാൻ ഇവ കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഗിഫ്റ്റ് ഇവിടെ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കാലോ. കറക്റ്റാണോ? ഓക്കെ, പറഞ്ഞോ. ഒരു കീ ചെയിൻ. ഇഞ്ച് അല്ലേ? ഇഞ്ചോ? ആ മറ്റേ ഇങ്ങനെ തുറക്കുന്ന ഒരു കീ ചെയിൻ. അതൊക്കെ എത്ര നാള് കഴിഞ്ഞിട്ടോ. പിന്നെ എന്താ? ഡ്രസ്സോ? ഓ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ബിരിയാണി. അതാണ് ഇവക്ക് ഫുഡിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. പറ. ഡ്രസ് അല്ലേ? അല്ല. കീ ചെയിൻ അല്ല. പിന്നെ എന്താ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ഫുഡ്. ടെഡി ബിയർ. ടെഡി ബിയർ ആണോ? ടെഡി ബിയർ നിനക്ക് മേടിച്ചത് ആദ്യം. ഓർമ്മയാണില്ല. വലിയ ചന്ദ്രനാദി എണ്ണ നല്ലതാ. അതെന്താ? തലേ തേക്കാനോ? കോളേജിൽ പഠിക്കുമ്പോ തന്നെ ചെവി പൊന്നായി ചോന്നു കേട്ടോ. നെക്സ്റ്റ്. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നില്ലേ ട്രെയിനില്. ഞാൻ ട്രെയിനിലാണ് കേട്ടോ കേസ് വന്നിറങ്ങിയപ്പോൾ അന്ന് ഇട്ട ഡ്രസ്സ് ഇന്ന് ഇവന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ്, മറക്കാൻ പറ്റാത്ത കണ്ണിലിപ്പോഴും ഉണ്ട് ആ ഒരു സീൻ. ഞാൻ പറയട്ടെ. ഗ്രീൻ കളർ ചുരിദാർ, ഗ്രീൻ കളർ ഡ്രസ്. കറക്റ്റ്. പിന്നെ ഞാൻ പറയാം, കോളേജിൽ പഠിക്കുമ്പോഴത്തേന് നമ്മള് കോളേജിൽ പഠിക്കുമ്പോ ഫസ്റ്റ് ഡേയില് ഞാൻ വരുന്നപ്പോഴത്തേനും ഇട്ടോണ്ട് വന്ന ഡ്രസ്സിന്റെ കളർ ഞാൻ എന്നിപ്പോഴേ നുള്ളിക്കോ. എനിക്ക് ഞാൻ ഇട്ടതിന്റെ ഓർമ്മയില്ലടേ. എനിക്ക് ഇവര് ഓർമ്മയില്ല. കുഴപ്പമില്ല, എഴുതിക്കോ. റോസ് ഷർട്ട്. കുന്ത ഞാൻ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ടാ വന്നത്. എനിക്ക് റോസ് ഷർട്ട് ഇതെന്തിനാ? കലിപ്പങ്ങോട്ട് തീരണില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ ഇട്ടത് പോലെ ഓർമ്മയില്ല. ഞാൻ പുറത്തു പോയാല് മേടിച്ചു തരാൻ പറയുന്ന സാധനം എന്താ? ബിരിയാണി ഓർ ഫുഡ്? ബിരിയാണി ഓർ ഫുഡോ? ഫുഡ് മേടിച്ചാല. ഞാൻ ഡ്രസ് എഴുതിയേക്കുന്നത് ബിരിയാണിയാ കറക്റ്റ്. അല്ല ചായയും പഴംപൊരി എഴുതിയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ഫുഡ്. ഫുഡ് ഇല്ല. ഞാൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ബിരിയാണി ഓർ ഫുഡ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ നുള്ളും ഞാൻ. എന്നാലും നീ തെറ്റിച്ച് ഫുഡല്ല. ഞാൻ എഴുതിയ ആൻസർ അല്ല ടിഞ്ചൻ പറഞ്ഞ. ഫുഡാന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഫുഡ് തന്നെ നമുക്ക് വേണ്ടത്. ഓക്കെ, ഞാനറിയാം. പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. പ്ലേസ് സ്ഥലം പേര്. പ്രണയിക്കുമ്പോഴുള്ള സമയം. ബിജിഎം ഞാൻ ഇട്ടരാം. എഴുതിയോ? മതി. ടൈം ആവും. പറഞ്ഞോ. കണ്ണൂര്. കണ്ണൂര്. അടുത്ത. ഓക്കെ, ഞാൻ ചോദിക്കാം. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊടുക്കും കേസ്. നല്ല പാങ്ങിന് കൊടുക്കും. പറ. 3497. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാം. ഞാൻ നിന്നോട് ട്രിപ്പ് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഞാൻ എഴുതാം. ഓക്കെ, പറഞ്ഞോ. ഷിംല.
യെസ് ഓഫ് കോഴ്സ് അതെനിക്ക് ഇവർക്ക് അത് കല്യാണം കഴിഞ്ഞ അന്ന് പിറ്റേ ദിവസം തന്നെ എന്നെ കൊണ്ടാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് കേസ് ഇപ്പോഴും. അടുത്തത് ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട്. നമ്മൾ പോയിരിക്കും കേസ്. എന്റെ ഇഷ്ടപ്പെട്ട ഡ്രസ് ഏതാന്ന് ഞാൻ ഇടുന്നതില് നിനക്കിഷ്ടം? ഏതാ? പാന്റും ഷർട്ടും. പാന്റും ഷർട്ടോ? പാന്റും ടീഷർട്ടും. പാന്റും ടീഷർട്ടും. പാന്റും ടോപ്പും. ഇവനെല്ലാം പറയുന്നുണ്ട്. പാന്റും ടോപ്പ് പാന്റും ടോപ്പ് അതെ കൊറേ പറഞ്ഞു തെറ്റാ. പാന്റ് ടോപ്പ് ആയിരുന്നു ഞാൻ ആലോചിച്ചു, പക്ഷെ പറഞ്ഞത് പാന്റ് ഷർട്ട്. പിന്നെ അത് അപ്പൊ തെറ്റാ. ലാസ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെയാ എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്ക് ഇനിയുണ്ട്. ഓക്കെ. ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ചോണ്ടിരുന്ന ക്ലാസ്സിൽ ഞാൻ വേറെ പെൺകുട്ടിയോട് മിണ്ടുന്നതിൽ നിനക്ക് അസൂയ ഉണ്ടായിരുന്നോ? നീ എഴുത് ഇല്ല. ഇല്ല. യെസ് യെസ് ഉണ്ടായിരുന്നു. എനിക്ക് വെറുതെ ഇത് എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തന്നെ ഇട്ടൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത നിനക്കിട്ടോ? ഉണ്ട്. നിനക്ക് എന്റെ ഇഷ്ടപ്പെട്ട ഫുഡ് പറ. അതല്ല ഞാൻ എഴുതിയേക്കുന്നത്. അത് എഴുതി. എന്ത്? പഴംപൊരി. അതല്ല. പിന്നെ എനിക്ക് ചോറ്. കള്ളത്തരാണോ? ചോറും കറി. ഇങ്ങോട്ട് ഇനി അടുത്തത് ട്രാവൽ പോകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന സ്ഥലം പറ. നിന്റെ വീട്ടില്. പിന്നെ അതാണ് ഞാൻ പറയല്. വേഗം പറ. ഞാൻ സിംഗപ്പൂരാ പറയുന്നത്. എന്റെ അടുത്തത് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ചെരുപ്പോ? ചെരുപ്പിനൊക്കെ ഷൂ ആണോ? ഞാൻ ഫ്ലാറ്റ് ചെരുപ്പ്. ഇതൊന്നും അറിയത്തില്ലേ? ഇതെന്താ ഇതിപ്പോ സംഭവിച്ചേ? ഇവിടെ തളപ്പിച്ചു കേട്ടോ. ഇവിടെ എന്തോ ആയെന്ന് തോന്നുന്നു. ഇനി എന്താ തീർന്നോ? സമാധാനമായോ? എനിക്ക് സമാധാനം. ഇനി ഇതുപോലത്തെ ചലഞ്ചുകളൊന്നും തരരുത് കേട്ടോ. ഒന്നൊന്നര ചലഞ്ച് ഇഷ്ടപ്പെട്ടു. എന്റെ ചെവിന്ന് കിളി മാറിയ ഫീൽ കേട്ടോ. അവസാനം എനിക്ക് ഇവിടെ തൃശ്ശൂർ പൂരമായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എനിവേ ഇങ്ങനെ കമന്റ് ചെയ്ത ഒരുപാട് പേർക്ക് നന്ദിയുണ്ട് കേട്ടോ. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ അടുത്ത വീഡിയോയിൽ ഒരുമിച്ച് വരുന്നവരെ എല്ലാവർക്കും വീണ്ടും കാണാം. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ.